എൻ്റെ പൊളിറ്റിക്കൽ ബാലൻസുകൾ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല ആയുധങ്ങളും ഉപയോഗിക്കും. ഏകദേശം ആ തരത്തിലൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ആ ആയുധം മറുവശത്തുള്ളവർക്കാകുമല്ലോ. അങ്ങനെ എത്രയോ നേതാക്കന്മാർ, എത്രയോ ജനപ്രതിനിധികൾ ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്ന CPM MLA മുകേഷിന് ആ സ്ഥാനത്ത് തുടരാമെങ്കിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയണം എന്നാണ് ചോദിക്കുന്നത് മറുവശത്തുള്ളവർ. മറുപടി. ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത്. ഇന്നലെ ഒരു വനിതയാണ് പരാതി ഉന്നയിച്ചെങ്കിൽ ഇന്നിപ്പോൾ നിരവധി വനിതകൾ പരാതികൾ ഉന്നയിക്കുന്നു. AICCക്ക് പരാതി കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം പുറത്തു വരികയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചനയാണോ, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണോ എന്നുള്ള ഒരു ആരോപണം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ആരോപണം ഉന്നയിച്ച യുവനടി നമുക്കറിയാം, സ്വന്തം പിറന്നാൾ വരെ ആഘോഷിക്കാൻ അച്ഛനമ്മമാർ ഉള്ളപ്പോൾ തന്നെ ആ പിതൃസ്ഥാനത്ത് ശ്രീ VD സതീശനെ നിർത്തി കേക്ക് മുറിച്ച് അങ്ങോട്ട് കേക്ക് കൈമാറി വളരെ സന്തോഷത്തോടെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന നാം കണ്ടു. VD സതീശൻ മുഖ്യമന്ത്രിയായി കാണണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ട വനിത കൂടിയാണ്. എല്ലാ റൈറ്റും അവർക്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നോ അല്ലെങ്കിൽ നേതാക്കന്മാരെ അത്തരത്തിൽ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന രൂപത്തിലൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വനിത ധൈര്യത്തോടെ പരാതി ഉന്നയിക്കുന്നു. ആ പരാതി പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് പ്രൊഫൈലുകളാണ് വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ ആ വനിതയെ ആക്രമിച്ചത്. പണ്ട് കേരളത്തിൽ നടന്ന പല സംഭവവികാസങ്ങളുമായി താരതമ്യപ്പെടുത്തി, പല വനിതകളുമായിട്ട് താരതമ്യപ്പെടുത്തി നടത്തിയ പ്രചരണങ്ങളുമെല്ലാം ആ വനിതയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കൃത്യമായി പറയാം, വളരെ ധൈര്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാൻ ആ വനിത കാണിച്ച ധൈര്യം തന്നെയാണ് നിരവധി സ്ത്രീകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും രാവിലെ പുറത്തു വന്ന ചാറ്റിംഗ് ഉണ്ട്, അതിനുശേഷം പുറത്തു വന്ന മറ്റു വീഡിയോസ് ഉണ്ട്. ആ വീഡിയോയെ സാധൂകരിക്കുന്ന തരത്തിൽ വന്ന ചില വാചകങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രിമിനൽ ലോ ക്യാൻ ബി സെറ്റ് ഇൻ മോഷൻ ബൈ എനി പേഴ്സൺ ആണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതിലെ വിക്ടിമോ വിക്ടിമിൻ്റെ കുടുംബമോ കോടതിയെയോ പോലീസിനെയോ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആർക്കും ഏത് പൗരനും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ആ പുറത്തു വന്ന ചാറ്റിങ് കൃത്യമായി അതിൽ നിന്നുള്ള വാചകം എന്താ? ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അബോർഷൻ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോയിസ് മെസ്സേജുകളും വന്നു, ചാറ്റിങ്ങും വന്നു. വോയിസ് മെസ്സേജ് അതെൻ്റെ ശബ്ദമല്ല എന്ന ഒരു ഡിഫൻസാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ യുവ MLA സ്വീകരിച്ചത്. എന്നാൽ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിട്ട ചാനൽ തന്നെ ഇന്ന ആളുടെ ഫോൺ ഇന്ന നമ്പറിൽ നിന്നുള്ള ചാറ്റിംഗ് എന്ന് കൃത്യമായി സ്ക്രീൻഷോട്ട് അടക്കം കാണിക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചാൽ മാത്രമേ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. അപ്പോൾ ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ പറയുകയാണ്, തെളിവില്ലല്ലോ എന്ന. ഈ തെളിവ് കണ്ടെത്തേണ്ടത് ഞാനോ ശ്രീ രാഹുൽ ഈശ്വരോ ഈ ചർച്ച നയിക്കുന്ന താങ്കളോ അല്ല. അത് കണ്ടെത്തേണ്ടത് നിയമപരമായിട്ടുള്ള ഏജൻസിയാണ്, പോലീസാണ്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അത്തരത്തിലുള്ള തെളിവ് ശേഖരണം ആരംഭിക്കണമെങ്കിൽ ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്യണം, കേസ് രജിസ്റ്റർ ചെയ്യണം. ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അന്വേഷണത്തിൻ്റെ ഘട്ടമായിട്ട് ഇൻവെസ്റ്റിഗേഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം, ജനിച്ച ഒരു കുട്ടിക്കുള്ള റൈറ്റ് പോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്കും റൈറ്റ് ഉണ്ട്. ആ കുട്ടി കൊല്ലപ്പെട്ടോ മരണപ്പെട്ടോ അല്ലെങ്കിൽ നിർബന്ധിത അബോർഷന് വിധേയമായോ, അതിലൊരു ഗൂഢാലോചനയുണ്ടോ, അതിലൊരു പ്രേരണയുണ്ടോ, നിർബന്ധിതമായി തനിക്ക് മനസ്സില്ലാതെയാണോ അമ്മ അതിനുവേണ്ടി അനുവദിച്ചത് എന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമം ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 ആണ്. ഒന്നെങ്കിൽ അമ്മയുടെ ജീവന് ഹാനികരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ അമ്മയുടെ ജീവനെ ബാധിക്കണം. 2, ഈ വയറ്റിൽ വളരുന്ന കുട്ടിയെ ബാധിക്കുന്ന തരത്തിൽ ആ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആകണം. 3, ഒരിക്കലും അമ്മയുടെ അനുവാദമില്ലാതെ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല, അബോർഷൻ നടത്താൻ പാടില്ല. 20 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാനേ പാടില്ല.
അത്തരത്തിൽ നിയമമുണ്ട്. 20 ആഴ്ച കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ അനുവാദം വേണം, കോടതിയുടെ അനുവാദം വേണം. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്ന സാഹചര്യം അബോർഷൻ നടന്നു എന്ന രൂപത്തിലാണ് പലരും മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? രണ്ടുപേരും പരസ്പര സമ്മതത്തോടെയാണോ ഈ അബോർഷന് വേണ്ടി അനുവദിച്ചത്? അതോ അബോർഷൻ നടന്നിട്ടില്ലേ, ഇപ്പോഴും ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ അറിയുവാനുള്ള അധികാരം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. കാരണം ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റി പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സത്യം പുറത്തു കൊണ്ടുവരാനും എല്ലാവർക്കും അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടി എന്നുള്ള വാർത്ത വരുന്നു. അത് ബാലാവകാശ കമ്മീഷന് പരാതി കിട്ടി എന്നുള്ള വാർത്ത വരുന്നു. ഇത് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ആൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കട്ടെ. അതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കണം, ചെയ്യാത്ത തെറ്റിന് ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല, ആരോപണം ഉന്നയിക്കാനേ പാടില്ല. അത് തന്നെയാണ് വസ്തുത. അപ്പൊ ഇത് പരിശോധിച്ചാലേ നമുക്ക് ഇതിന്റെ വസ്തുത അറിയാൻ കഴിയൂ. അത് അന്വേഷിക്കാനേ പാടില്ല. ആ ആരോപണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പാർട്ടിക്കിടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, തെറ്റ് ചെയ്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അത് പാർട്ടി തന്നെ അത് വിശദീകരിക്കട്ടെ. പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ട ബാധ്യത ഇതിനകത്തുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഈ പറഞ്ഞതുപോലെ ഇതിൽ കുറ്റാരോപിതനാണ് അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണോ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട ബാധ്യത? അതല്ലാതെ MLA സ്ഥാനം ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക് രാജിവെക്കേണ്ട കാര്യമുണ്ടോ? അപർണ, അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം, ഇന്നലെ ആരോപണം ഉന്നയിച്ച ആ യുവനടി എന്താണ് പറഞ്ഞത്? എൻ്റെ പിതാവിനെ പോലെ ഞാൻ കാണുന്ന പൊതുസ്ഥാനമുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശനോട് ഈ കാര്യം ഞാൻ പറയാൻ കാരണം എന്താ? കോൺഗ്രസിന്റെ തന്നെ നേതാവ്, യുവ കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള പരാതിയാണ്. അദ്ദേഹം ആ പരാതി കൃത്യമായി കേട്ടു എന്നതാണ് ഇന്നലെ ആ യുവനടി പറഞ്ഞത്. ഇന്ന് ആ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? ഒരു പിതാവ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ യുവനടി എന്നോട് പറഞ്ഞ വിഷയത്തെ ഞാൻ ഗൗരവത്തോടെ കൈകാര്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. രണ്ടും സ്വാഗതാർഹം. എന്നാൽ ബഹുമാനപ്പെട്ട ഈ യുവ MLA എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താ? എന്നോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു കാര്യമേ സംസാരിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ആര് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണം? അപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഒരു പ്രതിപക്ഷ നേതാവ്, ഇത്രയും പാരമ്പര്യമുള്ള ഒരു നേതാവ്, കുറെ വർഷങ്ങളായി MLA ആയിട്ടുള്ള നേതാവ് അത് മറച്ചു വെച്ചോ? അത് കൃത്യമായി ഈ പ്രതിയായിട്ടുള്ള ആൾക്കെതിരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ? നിനക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഇനി ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ശക്തമായിട്ട് നടപടിയെടുക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലേ? ഈ പ്രതി അങ്ങനെ പറയുകയാണ്. ഇദ്ദേഹം ആരോപണ വിധേയനായ ആൾ പറയാണ്, എന്നോട് ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. എൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വാസമുണ്ട്, എൻ്റെ നേതാവിന് വിശ്വാസമുണ്ട് എന്നതുകൊണ്ടാണല്ലോ ആ യുവനടി പോലീസിനോ മറ്റാർക്കോ പരാതി കൊടുക്കാതെ നേരെ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്വന്തം ബർത്ത്ഡേക്ക് വരെ വരുന്ന അത്ര ഇന്റിമസിയാണ്, ബഹുമാനമാണ്, ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായി ഗൂഢാലോചന തന്നെയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേതൃത്വം മറച്ചു വയ്ക്കുകയാണ്, സപ്രസ് ചെയ്യുകയാണ്, കൃത്യമായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് സപ്രസ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കേണ്ട ഉത്തരവാദിത്തമാണ് ആ രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടത്. അത് തന്നെയാണ് യുവനടി പറഞ്ഞത്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ആക്ഷൻ എന്ത് വേണമെന്നും പറയുന്നില്ല, ആ പ്രസ്ഥാനം തീരുമാനിക്കണം എന്ന് പറയുന്ന സാഹചര്യം. മുമ്പ് നടന്ന പല സാഹചര്യങ്ങളുമായി നിങ്ങൾ ഇതിനെ താരതമ്യപ്പെടുത്തണ്ട. ഇത്രയധികം പേർ ഇന്ന് വൈകുന്നേരം വരെ ട്രാൻസ്ജെൻഡർ വരെ വന്ന് പരാതി പറയുന്ന ഒരു സാഹചര്യം വരികയാണ്. ഞാൻ ഇപ്പോഴും ഇതിലെ യുവ MLA പേര് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെയൊക്കെ സുഹൃത്താണ്. നമ്മളെല്ലാം ചാനൽ ചർച്ചയിൽ വന്ന വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. നമുക്കൊക്കെ വളരെ വിഷമമുണ്ട് ഇത് കേട്ട ദിവസം മുതൽ തന്നെ. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ഇതിനെ കാണുന്നത്. അപ്പോൾ ഏറ്റവും ഗൗരവമായി അന്വേഷിക്കണം, നടപടി സ്വീകരിക്കണം. കോൺഗ്രസ് കൃത്യമായി നിലപാട് വ്യക്തമാക്കാൻ കഴിയണം. കാരണം ഇതിനു മുമ്പ് കുറെ ഉദാഹരണം ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത, എങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രയോഗങ്ങളും, ഞങ്ങളൊന്നും ഒരു ചർച്ചയിലും ഉപയോഗിക്കാത്ത പല വാചകങ്ങളും ഈ കേരളത്തിന്റെ മാധ്യമ ലോകത്തിനും അക്ഷര ലോകത്തിനും സംഭാവന ചെയ്ത വ്യക്തികളാണ് ഇവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംശയമുണ്ട്. ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി എഫക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണം, സത്യം പുറത്തു കൊണ്ടുവരണം. ഒരു കുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ പാടില്ല, ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ പാടില്ല. ഇത്തരത്തിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ പെൺകുട്ടികൾക്ക് പോലും അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തോട് യോജിപ്പുള്ള ഒരു വനിത തന്നെയാണല്ലോ. തെളിയിക്കാൻ